എം.ടി. വാസുദേവൻ നായർ വിട പറയുമ്പോൾ ബാക്കിയാകുന്നത് അദ്ദേഹം എഴുതി പൂർത്തിയാക്കിയ വരികളാണ്, കഥാപാത്രങ്ങളാണ്, കഥാസന്ദർഭങ്ങളാണ്. അദ്ദേഹത്തിന് അവസാനമായി യാത്രാമൊഴിയേകാൻ നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള മനുഷ്യർ അവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഉണ്ണി ബാലകൃഷ്ണനുണ്ട് സിത്താരയിൽ. ഉണ്ണി ബാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ, അദ്ദേഹത്തിൻ്റെ എഴുത്തിനെക്കുറിച്ചൊക്കെ നമ്മൾ ദീർഘനേരമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കൂടുതലായി പറയാനും മാത്രമുള്ള എഴുത്തുകൾ അദ്ദേഹം സമ്മാനിച്ചതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ ഒരു പരാമർശം നടത്തി അങ്ങ് പോകുന്ന പതിവിൽ നിന്ന് വിട്ടുമാറി നമ്മൾ വായിച്ചതിലും കൂടുതൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും എന്ന ഒരു ഉറപ്പോടുകൂടി നമുക്ക് കയ്യിലെടുക്കാവുന്ന എഴുത്താണ് എം.ടിയുടേത് എന്ന പൂർണ്ണ ബോധ്യം ഓരോരുത്തരിലും, നമ്മിലും എല്ലാവരിലും അങ്ങനെ ഒരു ബോധ്യമുണ്ടാക്കുന്ന എഴുത്തായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതായത് ആസ്വാദകർക്കൊരു ഉറപ്പുള്ള എഴുത്ത്. തിരക്കഥയായാലും അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ ഒന്ന് രണ്ട് വട്ടം വായിക്കുമ്പോൾ അത് നമുക്ക് പുതുതായി എന്തെങ്കിലും സമ്മാനിക്കും എന്നുള്ളത് ഉറപ്പാണ്. പുരോഗമന ആശയങ്ങൾ കാലത്തിന് മുന്നേ തന്നെ സമ്മാനിച്ചാണ് അദ്ദേഹം വിട വാങ്ങുന്നത് എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. സുജയ സൂചിപ്പിച്ചതുപോലെ മലയാളികൾ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന, ഇനിയും മലയാളികൾ ഉള്ളിടത്തോളം കാലം വായിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒട്ടേറെ മികച്ച കൃതികൾ സംഭാവന ചെയ്ത ശേഷമാണ് എം.ടി. വാസുദേവൻ നായർ കാലയവനിലേക്ക് ഉള്ളിലേക്ക് മറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമൂഴം എന്ന കൃതി മാത്രം 85ഓളം എഡിഷനുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ്. നമ്മുടെ ഈ കൊച്ചു മലയാളത്തിൽ 85ഓളം എഡിഷനുകൾ ഒരു നോവൽ പ്രസിദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആ എഴുത്തുകാരനെ എത്രമാത്രം മലയാളികൾ ഇഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരമാവധി 2, 3, 4 എഡിഷനിലാണ് ഓരോ കൃതികളും അവസാനിക്കുക. എം.ടിയുടെ കൃതികൾ അങ്ങനെയല്ല. നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും വായിക്കുന്ന കൃതികളാണ്. ആ അർത്ഥത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാണ്. അതുകൊണ്ട് എം.ടി എഴുതിയിട്ടുള്ള ഓരോ കഥയും, എം.ടി എഴുതിയിട്ടുള്ള ഓരോ നോവലും, എം.ടി എഴുതിയിട്ടുള്ള ഓരോ തിരക്കഥയും മലയാളം ഉള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അത്രയേറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആദരവോടെയും ഒക്കെയാണ് എം.ടി. വാസുദേവൻ നായരെ ഈ കേരളം നോക്കിക്കാണുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന്, നമ്മുടെ കൊച്ചു ഭാഷയിൽ നിന്ന് ലോകോത്തരനായി മാറിയ എഴുത്തുകാരനാണ് എം.ടി. വാസുദേവൻ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഭാഷാ സാഹിത്യകാരന്മാരിൽ ഒരാളാണ് എം.ടി. വാസുദേവൻ നായർ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് ഇനി എന്ത് അംഗീകാരമാണ് ബാക്കിയുള്ളത്? അദ്ദേഹത്തിന് ഈ രാജ്യത്തെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം മുതൽ അദ്ദേഹത്തിൻ്റെ ഭാഷയായ മലയാളത്തിൻ്റെ സാഹിത്യ അക്കാദമി അവാർഡുകൾ വരെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ അദ്ദേഹത്തിനെ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. നോക്കൂ, ഈ നിമിഷവും ഈ വീട്ടിലേക്ക് വരുന്ന ആളുകളെ കണ്ടാൽ തന്നെ നമുക്കറിയാം അത് സമൂഹത്തിൻ്റെ നാനാ തുറകളിലുമുള്ള ഏറ്റവും പ്രമുഖരായ വ്യക്തികൾ മുതൽ സാധാരണ തൊഴിലാളികൾ വരെ ഉള്ള ആളുകളാണ് ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കടുത്ത ചൂടത്തും അവരെല്ലാവരും വരുന്നിന്ന് സമാധാനത്തോടുകൂടി സാവധാനത്തിൽ അന്ത്യാർപ്പണം നടത്തി മടങ്ങുന്ന കാഴ്ചയാണ് സിതാരയിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 12 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്തണം എന്നായിരുന്നു കുടുംബത്തിൻ്റെ ആഗ്രഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരാധകരുടെ ഒഴുക്ക് കാരണം 4 മണിവരേക്ക് അത് നീട്ടുകയാണ് ഉണ്ടായത്. 5 മണിക്ക് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. അക്കാര്യത്തിലൊന്നും ഇനി മാറ്റങ്ങൾ ഉണ്ടാവില്ല. ഏതായാലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ളവർ, സാഹിത്യ മേഖലയിൽ നിന്നുള്ളവർ, സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവർ, സാമൂഹ്യ പ്രവർത്തന രംഗത്തുള്ളവർ, അങ്ങനെ നിരവധിയായ മേഖലകളിൽ നിന്നുള്ള എല്ലാ പ്രമുഖരും വന്ന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ മലയാളികൾ നിറകണ്ണോടുകൂടി അർഹിക്കുന്ന എല്ലാ ബഹുമാനത്തോടെയും ആദരവോടും കൂടിയ ഒരു യാത്രയപ്പ് തന്നെയാണ് എം.ടി. വാസുദേവൻ നായർക്ക് നൽകുന്നത്. നിശ്ചയമായും അദ്ദേഹം അർഹിക്കുന്നതിനപ്പുറമുള്ള സ്നേഹവായ്പോടുകൂടിയാണ് എല്ലാവരും അദ്ദേഹത്തെ കാണാനെത്തുന്നത്. ചിലർ നിറകണ്ണുകളോടെയാണ് എത്തുന്നത്. ഓരോ വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടു പോയ അനുഭവമാണ് പങ്കുവയ്ക്കാനുള്ളത്. ആ അർത്ഥത്തിലൊക്കെ ഇത്രയധികം ജനകീയനായ ഇത്രയധികം ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന എത്ര പ്രതിഭകൾ നമുക്കുണ്ട്. അങ്ങനെ വിരലിലെണ്ണാവുന്ന പ്രതിഭകളെ ഉള്ളൂ എന്ന് മാത്രമല്ല, ഇതൊക്കെ നമ്മൾ പറയുന്ന പോലെ അവതാര പുരുഷന്മാരാണ്. ചില കാലഘട്ടങ്ങളിൽ വന്ന് പിറക്കുകയും ആ കാലഘട്ടത്തെ മാത്രമല്ല അതിനുശേഷമുള്ള കാലഘട്ടങ്ങളെയും സ്വാധീനിക്കുകയും എക്കാലവും നിലനിൽക്കും വിധത്തിൽ അതിജീവിക്കുകയും അനശ്വരമാവുകയും ഒക്കെ ചെയ്യുന്ന പ്രതിഭകൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് അത്തരം പ്രതിഭകളെ നമ്മൾ അവതാരങ്ങൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. അതൊക്കെ ഒരു സാമ്പ്രദായികവും ഔപചാരികവുമായ വിശേഷമായി തോന്നാമെങ്കിൽ കൂടിയും ചില മനുഷ്യരുടെ കാര്യത്തിൽ അത്തരം വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ അന്വർത്ഥമാണ് എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. എം.ടി വേണമെങ്കിൽ നമുക്ക് മലയാളത്തിലെ എക്കാലവും നിലനിൽക്കാൻ പോകുന്ന ഒരു അവതാര പുരുഷൻ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. കാരണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ സുജയ, ഈ കേരളത്തിൻ്റെ ഒരു ചെറിയ ഭൂപ്രദേശത്ത് നിന്നുകൊണ്ട്, അവിടുത്തെ ഒരു ഗ്രാമീണമായ ജീവിതാന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട്, അവിടെ കണ്ടതും
മനസ്സിലാക്കിയതുമായ കഥാപാത്രങ്ങളെ ആവിഷ്കരിച്ചുകൊണ്ട് അത് കടന്നുപോയ ജീവിതാവസ്ഥകളെ പുനരാവിഷ്കരിച്ചുകൊണ്ട് വളരെ ചെറിയൊരു ഭൂപ്രദേശത്ത് നിന്നുകൊണ്ടാണ് ആഗോള തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന എഴുത്തുകാരനായി എം.ടി. വാസുദേവൻ മാറുന്നത് എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. നമുക്കറിയാവുന്നതുപോലെ ആധുനികത എന്ന് പറയുന്ന മലയാള സാഹിത്യത്തിൽ വന്നിട്ടുള്ള മാറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ മലയാളി സാർവലൗകികമായിട്ടാണ് ചിന്തിച്ചത്. മലയാളിയുടെ ലോകം തന്നെ മാറി. കേരളത്തിനകത്ത് മാത്രമല്ല, കേരളത്തിന് പുറത്തേക്ക് സഞ്ചരിക്കുന്ന ആളുകൾ, പുറത്തെ ജീവിതം, ആ പുറത്തെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, ഇതെല്ലാമാണ് മലയാളി പിൽക്കാലത്ത് ആവിഷ്കരിച്ചതെങ്കിൽ എം.ടി. ഒരു നിമിഷം പോലും അദ്ദേഹത്തിൻ്റെ കൂടല്ലൂർ ഗ്രാമം വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. പലപ്പോഴും ചിലർ അതിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ പരിമിതിയായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ എം.ടി. ആ പരിമിതിയെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള വിഖ്യാതമായ വാക്കുണ്ടല്ലോ, അറിയപ്പെടാത്ത കാര്യങ്ങളെ ഗർഭം ധരിച്ചുകൊണ്ട് ഒഴുകുന്ന മഹാസമുദ്രങ്ങളെക്കാൾ എനിക്കിഷ്ടം എൻ്റെ ഈ ചെറിയ നിളാനദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം അതിന് മറുപടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ നിളയുടെ തീരത്തെ, ആ ജീവിതത്തെ മാത്രമേ അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ളൂ. ചില ചെറുകഥകളിലൊക്കെ അദ്ദേഹം അതിന് പുറത്തേക്ക് പോകാനൊരു മനഃപൂർവ്വമായ ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തന്നെയും വളരെ എം.ഡിയിൽ നിന്ന് തന്നെ ഒരു വിച്ഛേദം നടത്താൻ ആഗ്രഹിച്ചതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അത് എം.ടി. കാര്യമായി മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. എന്നാൽ എം.ടിയുടെ ആ ചുരുങ്ങിയ പ്രദേശത്ത് നിന്നുകൊണ്ട് ഒരു സാർവലൗകികമായ ജീവിതത്തെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചു. ആ ജീവിതത്തെ ആവിഷ്കരിക്കുമ്പോൾ ഓരോ കഥയും മലയാളികൾ ഏറ്റെടുത്തു, ഓരോ നോവലുകളും മലയാളികൾ ഏറ്റെടുത്തു, ഓരോ ചലച്ചിത്രങ്ങളും മലയാളികൾ ഏറ്റെടുത്തു. അവരുടെയൊക്കെ മനസ്സുകളിൽ ആ കഥാപാത്രങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നു, ഇനി ജീവിക്കും. ആ കഥാന്തരീക്ഷം ഇപ്പോഴും ജീവിക്കുന്നു, ഇനിയും ജീവിക്കും. ആ അർത്ഥത്തിൽ എം.ടി. അനശ്വരനാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല സുജയ. കാരണം അനശ്വരനായ എഴുത്തുകാരൻ എന്നൊക്കെ നമ്മൾ പലരെയും വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും നമുക്കറിയുന്നതുപോലെ പിന്നീട് വാർഷികമായ അനുസ്മരണ ചടങ്ങുകളിലൊക്കെ അവർ അവസാനിച്ചു പോകും. കുറേ കഴിഞ്ഞാൽ അവരുടെ കൃതികളാരും വായിക്കുന്നുണ്ടാവില്ല. എന്നാൽ എം.ടിയുടെ കാര്യം അങ്ങനെയല്ല. ഇവിടെ വന്ന പല എഴുത്തുകാരും പറഞ്ഞത് ഒരു പക്ഷേ എം.ടി. ജീവിച്ചിരുന്ന കാലത്തേക്കാൾ കൂടുതൽ എം.ടിയുടെ കഥകളും നോവലുകളും ഒക്കെ ഇനി വരുന്ന തലമുറയായിരിക്കും വായിക്കാൻ പോകുന്നത്. ഇനിയുള്ള ആളുകൾ കൂടുതലായി എം.ടിയിലേക്ക് എത്തുകയും എം.ടിയുടെ കഥകളും എം.ടിയുടെ നോവലുകളൊക്കെ വായിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 85 എഡിഷനാണ് രണ്ടാം ഊഴം എന്ന് പറയുന്നൊരു കൃതി പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ അത് മലയാളികൾ ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇത്രയേറെ വായിക്കപ്പെട്ട മറ്റൊരു മലയാള പുസ്തകം രണ്ടാം ഊഴം പോലെ ഉണ്ടാവില്ല. ആ അർത്ഥത്തിലൊക്കെ ഒരേ സമയം ജനകീയനും അതേസമയം തന്നെ മലയാള ഭാഷയ്ക്ക് ചെയ്യാൻ കഴിയുന്ന സംഭാവനകൾ, ആ സംഭാവനകൾ എന്തായിരിക്കണമെന്ന് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. ആ സംഭാവനകൾ നടത്തുന്നതിന് വേണ്ടി എപ്പോഴും ക്രിയാത്മകമായി ചിന്തിച്ചുകൊണ്ടിരുന്നു, സർഗാത്മകമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആ പ്രവർത്തനങ്ങളുടെ എല്ലാം പരിണിത ഫലമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള അമൂല്യങ്ങളായ കഥകളും നോവലുകളും തിരക്കഥകളും ഒക്കെ സിനിമകളും ഒക്കെ. അതിനെല്ലാം വിരാമമിട്ടുകൊണ്ട് അതിൻ്റെ എഴുത്തുകാരൻ, അതെല്ലാം സൃഷ്ടിച്ച ആ സൃഷ്ടികർത്താവ് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ്, നമ്മളിൽ നിന്ന് വിടവാങ്ങുകയാണ്. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ധാരാളമായി ആളുകൾ ഇപ്പോഴും സിതാരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 3:30-ക്ക് ശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് പ്രവേശിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 4:30-ക്ക് തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിലാപയാത്രയൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ ശ്മശാനത്തിലെത്തി. ഇലക്ട്രിക് ക്രിമറ്റോറിയമാണ്. അപ്പോൾ അവിടെ വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യും. ഏതാണ്ട് 5 മണിയോടുകൂടി മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച മഹാനായ എഴുത്തുകാരന് കേരളം വിട പറയാൻ പോവുകയാണ് സുജയ.